ശകുന്തള ഗർഭമുനയുമായിട്ട് നിൽക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. തലൈവർ വണക്കം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാർത്താസ് കോർണർ. ഇത് രാവിലെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുവാണ്. നമ്മളൊരു യാത്ര പോവാണ്, തെങ്കാശിക്കാണേ. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കാണിച്ചു തരാവേ. നമ്മുടെ കസിൻസ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, എല്ലാമാണ്, ഓൾ ഇൻ ഓൾ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് നഗ്നസത്യം മനസ്സിലായത്. ഇവിടെ രാവിലെ 9 മണി മുതൽ 7 മണി വരെ മാത്രമേ നമ്മളെ കയറ്റി വിടത്തുള്ളേ. അപ്പോൾ ഇതിലേക്ക് പോകുന്നവര് അതൊന്ന് ശ്രദ്ധിക്കുക. കല്ലടയാറിന് കുറുകെ കൊല്ലത്തെയും ചെങ്കോട്ടയും തമ്മിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്നതിന് നിർമ്മിച്ച പാലം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്താണ് ഈ ആശയം ഉടലെടുക്കുന്നത്. പുനലൂരിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കാര്യമായി മഴയുണ്ടായിരുന്നു. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചെങ്കോട്ടെ റെയിൽവേ ബ്രിഡ്ജ്. പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ നമ്മുടെ ഈ തെങ്കാശി യാത്ര. തലേദിവസമാണെന്ന് സത്യം പറഞ്ഞാൽ പറയാം. പിന്നെ തലേദിവസവും രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ജീന ചേച്ചി, അതായത് ഇൻട്രോയിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നു ജീന ചേച്ചിക്ക് പനി ആയതുകൊണ്ട് രാത്രി ഞാൻ വിളിച്ചപ്പോൾ പോലും എനിക്ക് നമ്മളിങ്ങനെ ഒരു എന്താ പറയുന്നത്, പോകാൻ പറ്റുമോ ഇല്ലയോ ഇങ്ങനെ ഒരു ആലോചിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അവരും പറഞ്ഞു എന്തായാലും പോയേക്കാം, പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയേക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. രാവിലെ ആയപ്പോൾ എനിക്കും പനിയായി പോയി, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. നമ്മൾ മല ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ തെങ്കാശിക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. ഇങ്ങനെ ചെയ്യുന്നത് കൊച്ചുള്ളി ഉണക്കി സൂക്ഷിക്കുന്നതിനാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് നെല്ലിക്കാത്തോട്ടത്തിലാണ്. കണ്ടോ, ഇഷ്ടം പോലെ. നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് കുറെ അധികം ഉണ്ട് നെല്ലിക്ക ഇവിടെ. നല്ല രസമുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ, അല്ലെങ്കിൽ പറിച്ച് കാണിക്കായിരുന്നു. മുള്ളു കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാലയില് ഒരു മുള്ളു കൊണ്ടിട്ടുണ്ട് എന്റെ കാലയില്. ശകുന്തള ഗർഭമുനയുമായിട്ട് നിൽക്കുന്നത് പോലെയാണ്. ഇവിടെ കുറെ ഇത് കിടപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. വ്ലോഗ് ചെയ്യുന്നതിന്റെ ആവേശത്തില് കമ്പേ കയറി ഉടക്കിയതാ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ കാറ്റാടിപ്പാടം ഉണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ, കാണുന്നുണ്ടായിരിക്കും അല്ലെ നിങ്ങള്. നല്ല വെയിലാണ്, പിന്നെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ. എത്രത്തോളം വ്യൂ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് വണ്ടി ഉണ്ടല്ലേ. ഇപ്പൊ വണ്ടി വിളിച്ച് എടോ എങ്ങാണ്ടെന്നൊക്കെ ആൾക്കാർ വണ്ടി വിളിച്ചു കണ്ടോ, വലിയ ട്രാവലറൊക്കെ കിടക്കുന്നത്. ഇത് തേമേ സത്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കഴിഞ്ഞു കാണുമായിരിക്കും. അതിന്റെ ഫ്രഷ് കറക്റ്റ് പീക്ക് ലെവൽ അല്ലല്ലോ നമ്മൾ വന്നേക്കുന്നത്. ആ കണ്ടോ, കൊറേ ഒക്കെ കരിഞ്ഞു കിടക്കുന്നുണ്ടോ. ഭയങ്കര വെയില അവിടെ. എനിക്ക് ചെരുപ്പിട്. ഇവിടെ ഇരിക്കാവോ, ഇങ്ങനെ ഇരുന്നോളാവോ? എടാ താൻ കൂടി, ഞാൻ എടുക്കാം. സൂപ്പറാണോ അങ്ക? എനിക്ക് വേണ്ടേ, ഹസ്ബൻഡിന് കൊടുക്കുന്നു. ഹസ്ബൻഡിന് കൊടുക്കുന്നു. അങ്ങോട്ട് വരുവാടാ. കൊള്ളാച്ചു.
വേണോ ഏ? ഇച്ചി വേണോ ചേട്ടൻ എന്റെ കിണവനെ പെരിയ കുടിയനാക്കു പോയി. ഇച്ചിതാ മാക്കുന്ന കുടിക്കണ്ട. കുടിക്കുന്നോ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. രുദ്രചാച്ചൻ 2 വാക്ക് സംസാരിക്കേ കള്ളിനെ കുറിച്ച്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. റുസിയാറക്കാ കുടിച്ചോ കുടിച്ചുള്ള എന്നുള്ള ഡയലോഗ് ഇപ്പോൾ കേൾക്കുമ്പോൾ പണി വരുന്നുണ്ട് അവറാച്ച എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പുള്ളിയുടെ പ്രോത്സാഹനത്തിൽ അങ്ങ് എല്ലാവരും കുടിച്ചു. പക്ഷെ ബില്ല് വന്നപ്പോഴത്തേക്കും 5 സ്റ്റാർ ഹോട്ടൽ ആയോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പനന്തുങ്കന്നാണെന്ന് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ആ വെണ്ടയ്ക്കയാമ വെണ്ടയ്ക്ക കണ്ടോ മോനെ? വെണ്ടയ്ക്ക, ഇത് വെണ്ടയ്ക്ക നടന്ന. ഇനി അവിടെ കണ്ടു ഉള്ളിക്കൃഷി ഉണ്ട്. ഉള്ളി അത് വിളവെടുക്കുക അല്ലേ? ഉള്ളിയുടെ കഴിഞ്ഞെന്തോ ഇവര് കുറെ മിക്സ് ചെയ്ത് നടത്തുന്നുണ്ട്. പക്ഷേ കണ്ടോ കിയാമ, അവിടെ എല്ലാരും ഉള്ളി വിളവെടുക്കുന്ന കണ്ടോ? പെരിയ വെങ്കായം ചിന്ന വെങ്കായം മിക്സഡാ. ഓക്കെ. അമ്മയൊക്കെ ഇന്ത നാട്ടുകാരാ? എന്റെ തമിഴ് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, വലിയ കാര്യം. എനിക്ക് തമിഴ് തെരിയാതെ കഷ്ടിച്ച് പറയണത്. മലയാളം തെരിയാതെ. തലൈവരെ ഉങ്ങളാ തലൈവർ? വണക്കം തലൈവരെ, വണക്കം. ഞങ്ങൾ കൊഞ്ചം തമിഴ് സിനിമ പാത്തിരിക്കേ. പേസാൻ അത്ര തെരിയാതെ, കൊഞ്ചം വരും. அவ்வளோதான். உங்களுக்கு தெரியுமா எங்க தமிழ் உங்களுக்கு தெரியாது? മലയാളം தெரியாதுன்னு. വാ. ഓക്കേ, താങ്ക് യു. അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് സൂര്യകാന്തി പാടം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന്. മിക്കവരും ഏതാണ്ട് 20 ദിവസമാണ് ഇവിടെ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും ഇല്ല, എല്ലായിടത്തും തന്നെ കഴിഞ്ഞു. നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏകദേശം ഈ സ്ഥലത്ത് മാത്രമേ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേര് സുന്ദരപാണ്ടി എന്നാണ്. വെച്ചു സുന്ദരപാണ്ടി അല്ലേ? അതാണ് സ്ഥലം. ഇവിടെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ സൂര്യകാന്തി. വളരെ മനോഹരമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടമൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. കിയാമയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കിയാമയാണെങ്കിൽ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. ഇത് ഏത് പാടമാ മോനെ? സൂര്യകാന്തി പാടം. സൂര്യ പറഞ്ഞേ കാന്തി. കൊള്ളാമോ? സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ സൺഫ്ലവർ പൂവൊക്കെ പോയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇത് ഉണങ്ങി ഈ ഒരു പരുവത്തിലേക്ക് വരും. ഈ കാണുന്നതാണ് ഇതിന്റെ സീഡ്. ഇതാണ് നമ്മൾ എണ്ണയ്ക്കായിട്ട് ആട്ടാനായിട്ട് എടുക്കുന്നത്. അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ പാടം വന്ന് കാണുക. പെട്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണത്തില്ല. ഉണങ്ങിയ പൂ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ആരും ഞങ്ങളെ ട്രോളരുത്. അപ്പൊ നമ്മളുടെ സൂര്യകാന്തി പാടത്തിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം.